വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. റഷ്യയും ഇന്ത്യയും ഇപ്പോൾ പല കാര്യങ്ങളിൽ പങ്കാളികളാണ്. പല കാര്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഇന്ത്യയുമായിട്ടുള്ള പങ്കാളിത്തം റഷ്യ പല കാര്യങ്ങളിലും വഹിക്കുന്നുണ്ട്, വളരെ വലിയ രീതിയിൽ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്തയിൽ പറഞ്ഞത്, ബംഗ്ലാദേശിൽ ഒരു ആണവ പ്ലാന്റ് ഉണ്ടാക്കാനായിട്ട് റഷ്യ നിക്ഷേപിക്കും, പക്ഷെ പൈസ ഇന്ത്യൻ റുപ്പീസിൽ കൊടുക്കണം എന്നുള്ളത്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇപ്പൊ റഷ്യ ഒരു കാര്യം നിശ്ചയിച്ചിരിക്കുന്നത്. ചേട്ടാ, മോസ്കോയിൽ നിന്ന് ധീരമായിട്ടുള്ള ഒരു പദ്ധതി, ഇങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. റഷ്യയിൽ നിന്ന് ട്രെയിന്, മോസ്കോയിൽ നിന്ന് നമ്മുടെ ഇന്ത്യ വരെ ട്രെയിന്, ആ ട്രെയിന് വരികയാണ്. പക്ഷെ ഈ ട്രെയിനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? ഈ ട്രെയിനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ട്രെയിന് റഷ്യ പറയുന്നത് ഇത് ഇന്ത്യയിൽ കൂടെയാണ്, ഇന്ത്യയിലേക്ക് കയറുന്ന ഒരു ട്രെയിനാണ്. പക്ഷെ ഈ ട്രെയിന് ഇതിന്റെ റെയിൽവേ ലൈനിന്റെ ആ ഒരു ഈ മാപ്പില് POK അകത്തൂടെയാണ് ഇത് വരുന്നത് എന്നുള്ളതാണ്. പാക് അധീന കശ്മീരിനകത്തൂടെയാണ് ഇത് വരുന്നത്. അപ്പൊ POK ഉടനെ തന്നെ ഇന്ത്യയുടെ ഭാഗമാകുമെന്ന് പറഞ്ഞൊരു ചർച്ച ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ബോസ്ഫറസ് ഹോർമൂസ് കടലിടുക്കുകൾ അപകടകരമാകുന്നതിനാൽ മറ്റു വഴികളിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെത്താൻ ഇന്ത്യയുമായിട്ടുള്ള ഒരു റെയിൽവേ ബന്ധം അത്യാവശ്യമാണ് എന്നാണ് റഷ്യ നിലവിൽ പറയുന്നത്. സാധ്യമായിട്ടുള്ള ഈ പാതയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ, ഈ ബദൽ പാത വരുന്നത് തുർക്ക്മെനിസ്ഥാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാക് അധീന കശ്മീർ എന്നിവയിലൂടെ കടന്നാണ് ഈ പാത ഇന്ത്യയിലേക്ക് കയറുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയുമായുള്ള ബന്ധം വളരെ എളുപ്പമാകും. അതായത് റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ട്രെയിനിലേക്ക് പോകാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരും. ബോസ്ഫറസും ഹോർമൂസ് കടലിടുക്കും ഇപ്പോൾ അപകടകരമായി മാറിയതിനാൽ ഈ രീതിയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കുള്ള ഒരു റെയിൽ ബന്ധം അനിവാര്യമാണെന്ന് റഷ്യൻ ഉപപ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഹോർമൂസിൽ ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള സായുധ സംഘടനയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ ഒരു 1 ട്രില്യൺ റൂബിളാണ് ഇത് ചെലവാകുന്നത് എന്നുള്ളതാണ് അവരുടെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ എന്ന് പറയുന്നത്. അപ്പൊ നിലവിൽ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ നമ്മുടെ രാജ്യം ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു ഭൂട്ടാൻ വഴി നമ്മൾ ഒരു റൗണ്ട് അടിച്ചൊരു ട്രാക്ക് ഇടുന്നുണ്ട്. പോരാതെ തന്നെ നമ്മളിപ്പോൾ തായ്ലൻഡിലേക്ക് റോഡ് ഇട്ടിട്ടുണ്ട്. തായ്ലൻഡ് വരെ റോഡിലേക്ക് പോകാനായിട്ടുള്ള ഒരു മാർഗം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ റഷ്യയിൽ നിന്ന് നമുക്ക് ഈ മോസ്കോയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നമുക്ക് റെയിൽവേ പാത വരികയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ യൂറോപ്പിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ. കാരണം യൂറോപ്പിൽ ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് ട്രെയിനിലൊക്കെയാണ് അവർ പോയിട്ടൊക്കെ വരുന്നത്. അപ്പോൾ സമാനമായിട്ടുള്ള രീതിയിൽ നമ്മുടെ രാജ്യവും അതുപോലുള്ള ഒരു പാതയാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇതിന് പിന്നിൽ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ കാണുമല്ലോ. നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഈ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ കാണും. അതെന്താണ് എന്നുള്ളതാണ് ചോദ്യം. റെയിൽവേ പാത ഇടുന്ന നിൽക്കട്ടെ, സ്ട്രാറ്റജിക് ആയിട്ടുള്ള നമ്മുടെ ഈ ഇന്റൻഷൻ എന്താണ്? പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ വഴി പാക് അധീന കശ്മീർ കയറിയാണ് നമ്മുടെ ട്രെയിൻ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഞാനേ തായ്ലൻഡിലേക്ക് ഒരു റോഡ് വന്നില്ലേ, അത് പറഞ്ഞപ്പോൾ ഞാൻ പഴയ വാർത്ത ഓർത്തുപോയി. എനിക്ക് ചിരി വന്നത്, ഈ തായ്ലൻഡിലേക്ക് ഒരു റോഡ് 10 വരി പാതയാണ്. പക്ഷേ അത് വലിയ എക്സ്പ്രസ് ഹൈവേക്കാളും വലുതാണ്, വലിയ പാതയാണത്. അപ്പോൾ അത് മമതാ ബാനർജിയുടെ നേട്ടമായിട്ടാണ് നമ്മുടെ മലയാള മാധ്യമങ്ങൾ അവതരിപ്പിച്ചത്. മമത ഒരു വമ്പൻ പാത, ഇന്റർനാഷണൽ റോഡേ, സ്വന്തം സംസ്ഥാനത്ത് ഒരു കുഴിയടച്ച റോഡില്ലാത്ത ഒരു ഭരണാധികാരിയാണ് മമതാ ബാനർജി. അവിടുത്തെ പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ് അവിടെ കിടക്കുന്നത്. അവര് ഒരു ഇന്റർനാഷണൽ റോഡ് തായ്ലൻഡിലേക്ക് പണിതു എന്ന് പറഞ്ഞ് ഇവിടുത്തെ മാധ്യമങ്ങൾ അത് ആഘോഷിച്ച ആ വാർത്ത. അപ്പൊ അത് പറഞ്ഞപ്പോൾ എനിക്ക് അത് ഓർമ്മ വന്നത്. അത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ആഘോഷമായിരുന്നു. തായ്ലൻഡിലേക്ക്, ഇതാണ് ഭരണാധികാരി, ഇങ്ങനെ വേണം ഭരണാധികാരി. അങ്ങനെ ഏതെങ്കിലും സംസ്ഥാനത്തിലേക്ക്, ഇപ്പൊ കേരളത്തിന് ഇവിടെ ഇരുന്നുകൊണ്ട് ബ്രിട്ടനിലേക്ക് വിമാനം വിടാൻ പറ്റും സ്വന്തം നിലയിൽ, ഇല്ലെങ്കിൽ കപ്പൽ വിടാൻ പറ്റും? ഇല്ല. അപ്പൊ എന്ന് പറഞ്ഞതൊക്കെ തന്നെയുള്ളൂ. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഈ യുദ്ധം ആഗോളതലത്തിൽ വ്യാപിക്കുകയാണെങ്കിൽ ആണ് ഏറ്റവും കൂടുതൽ ആക്രമണം. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഈ കടലിലായിരിക്കും യുദ്ധം ഇനി കൂടുക. കാരണം കടൽ പിടിക്കുന്നവൻ കരഭരിക്കും എന്നുള്ള ഒരു പഴഞ്ചൊല്ലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുവന്നിരിക്കുന്ന ഇറാൻ അമേരിക്ക വാറായാലും റഷ്യ ഉക്രൈൻ വാറായാലും ഇപ്പോൾ എത്തി നിൽക്കുന്നത് കടലിലാണ്. ഒരിടത്ത് ചെങ്കടലാണ്, മറ്റൊരിടത്ത് ഹോർമുസ് ആണ്. ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗത്തേക്ക് അത് നീങ്ങുന്നു. അപ്പോൾ സ്വാഭാവികമായി തന്നെ കുറച്ചുകൂടെ സേഫായിട്ടൊരു സ്ഥലം ഇന്ത്യൻ മഹാസമുദ്രം തന്നെയാണ്. ചരക്ക് ഗതാഗതത്തിനായാലും മറ്റുള്ള കാര്യങ്ങൾക്കായാലും ഒക്കെ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. റഷ്യയെ സംബന്ധിച്ച് ഇത് കുറച്ചുകൂടി ഈസി വേ ആണ്. കാരണം ഇതവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നതാണ്. ഇതിനു മുമ്പ് അവർ പ്ലാൻ ചെയ്തിരുന്ന ഒരു കാര്യമാണ് പൈപ്പ് ലൈൻ, എണ്ണ പൈപ്പ് ലൈൻ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പൊ അതിൽ ചൈന വരെ എത്തുന്ന ഒരു എണ്ണ പൈപ്പ് ലൈൻ ആയിരുന്നു അവരുടെ വലിയ ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നത് നേരത്തെ. പക്ഷെ അതിനകത്ത് വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവുള്ളത് കൊണ്ട് അത് അവർ മാറ്റിവെച്ചിരിക്കുന്നതാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തുടക്കം മുതലേ ഈ റെയിൽ, ഞാൻ മുമ്പും പറയാറുണ്ട്, അവർ ഈ റോഡ് പണിയുന്നു. ഇല്ലെങ്കിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ കൂടെ ഒരു കണക്റ്റഡ് റോഡ്, അതായത് ഈ ചബ്ന തുറമുഖം ടു കണക്ട് അഫ്ഗാനിസ്ഥാൻ വഴി കയറി പോകുന്ന റോഡ് ഇന്ത്യ പണിയുന്നു എന്ന് പറയുമ്പോൾ ഈ റോഡ് പുതിയതായിട്ട് പണിയുകയല്ല ഓൾറെഡി ചെയ്യുന്നത്. ഇപ്പൊ നിലവിലുള്ള റോഡാണത്. അത് ഏറ്റെടുത്തുകൊണ്ട് കുറച്ചുകൂടെ അത് ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നമ്മൾ അതിന്റെ അർത്ഥമാക്കേണ്ടത്. ബട്ട് നമ്മുടെ ഈ നിതിൻ ഗഡ്കരിയുടെ 2ാം ഭരണകാലത്ത്, നമ്മുടെ അന്ന് 2ാം ഭരണ തുടക്കത്തിൽ നമ്മുടെ ഈ ജി സുധാകരൻ നമ്മുടെ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു.
അപ്പൊ അദ്ദേഹം ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ റോഡിനൊക്കെ ഭയങ്കര വികസനം കൊണ്ടു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റോഡ് പണി മുൻപോട്ട് പോയത് ജി സുധാകരൻ മന്ത്രിയായിരുന്ന കാലത്താണ്. എന്താണ് അതിന്റെ കാര്യം എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമായിട്ട് അദ്ദേഹം പല പ്രസംഗത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഈ നിതിൻ ഗഡ്കരിയെ കാണാൻ ചെന്നു. നിതിൻ ഗഡ്കരിയെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നിതിൻ ഗഡ്കരി പറഞ്ഞു, അപ്പൊ നിങ്ങളുടെ സ്റ്റേറ്റ് റോഡുകൾക്ക് ഞങ്ങൾക്ക് തരാൻ പ്രൊവിഷൻസ് ഒന്നും ഇല്ല, ഒരു കാര്യം ചെയ്യേ, നിങ്ങളുടെ സ്റ്റേറ്റ് റോഡുകളെല്ലാം കൂടെ ലിങ്ക് ചെയ്യിച്ച് ഹൈവേയിലോട്ട് മുട്ടിക്കുകയാണെങ്കിൽ ഞങ്ങൾ 60% ക്യാഷ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ജി സുധാകരന്റെ കാലത്ത് ഈ ചെറിയ ചെറിയ റോഡുകളെല്ലാം കൂടെ ഒരൊറ്റ ലൈൻ ആക്കി കൊണ്ടുവന്ന് ഈ സ്റ്റേറ്റ് പാത നേരെ കൊണ്ടുവന്ന് NH മുട്ടിക്കുന്ന രീതിയിലേക്ക് മാറുമ്പോൾ അതിനകത്ത് വരും. ഇതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും. അതായത് ഈ ഉള്ള പല റോഡുകളെ കണക്ട് ചെയ്ത് ഒറ്റ പാതയാക്കി കൊണ്ടുവരിക എന്നുള്ള രീതിയാണ്. റെയിൽ ലൈൻ ഓൾറെഡി തന്നെ ഉള്ളതാണ് ഈ ഭാഗം. POK ഒന്നും റെയിൽ ലൈൻ ഇല്ല, എങ്കിൽ പോലും റെയിൽ ലൈൻ വരുന്നതാണ്. അപ്പൊ ആ ഭാഗത്തുകൂടി തന്നെ വരിക എന്നുള്ളതാണ്. ഇതിൽ എനിക്ക് തോന്നുന്നത് POKയിലേക്കാണ് അത് കറക്റ്റ് കണക്ട് ചെയ്ത് വരുന്നത്. അഫ്ഗാന്റെ ഒരു ബോർഡർ വഴി POK, അത് പാകിസ്ഥാന് വലിയ റോൾ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇന്നലെ ചില മാധ്യമങ്ങൾ പറഞ്ഞു പാകിസ്ഥാൻ വഴിയാണ് ഇത് വരുന്നതെന്ന്. പക്ഷെ അവരുടെ മാപ്പിനകത്ത് പാകിസ്ഥാൻ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലെ, അങ്ങനല്ലേ? അവർ കാണിച്ച് മാപ്പിനകത്ത് പാകിസ്ഥാൻ കാണിക്കുന്നത്. പക്ഷെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ പല മാധ്യമങ്ങളും അത് പാകിസ്ഥാൻ ഉണ്ടെന്നും പറഞ്ഞു. അപ്പം നമ്മളിങ്ങനെ ആലോചിച്ചിട്ട് പാകിസ്ഥാൻ ഉണ്ടെങ്കിൽ പിന്നെ ഇത് വരുന്നതിനകത്ത് എന്താ? കാരണം ഉള്ള ട്രെയിൻ ഓടിക്കാൻ പറ്റാത്തവന്മാരാണ് അവന്മാര്. ആ ജാഫർ എക്സ്പ്രസ് എന്ന് പറയുന്നത് എന്നും ബോംബ് വെക്കാൻ അതിന് സമയമുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളതോടെ എങ്ങനെ വരുമെന്ന് നമ്മൾ ചിന്തിച്ചു. പക്ഷെ അവിടെയല്ല, POK വഴിയാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. ഒന്ന്, POK ഇന്ത്യയുടെ ഭാഗമാകും എന്നുള്ളത് ഒരു അന്തർദേശീയ തലത്തിലെ മാധ്യമങ്ങളുടെ ഒരു വലിയ വാർത്ത തന്നെയാണ്. കഴിഞ്ഞ കുറെ ദിവസമായിട്ട് നമ്മളിപ്പോൾ POK എടുക്കുന്നില്ലെന്നേ ഉള്ളൂ. കാരണം നമുക്ക് വേറെ വിഷയങ്ങൾ വന്നതുകൊണ്ടാണ് നമ്മൾ POK നിന്ന് ജസ്റ്റ് മാറിയത്. പക്ഷെ POK ഇന്ത്യയുടെ ഭാഗമായി തീരും എന്നുള്ളതാണ് ലോകത്തിന് മുഴുവൻ കണക്കൂട്ടൽ. പക്ഷെ അത് അങ്ങനെ ഭാഗമായി തീരുമ്പോൾ പാകിസ്ഥാൻ എന്തെങ്കിലും ഒരു ഉഡായിപ്പ് പണി കാണിക്കും എന്നുള്ളതും എല്ലാവരും കരുതുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതും കൂടെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് റഷ്യ ഇപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി, റഷ്യയുടെ ഉപപ്രധാനമന്ത്രിയാണ് അത് പ്രഖ്യാപിച്ചത്. ഇങ്ങനെ ഒരു പദ്ധതി ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. ഇപ്പൊ 1 ട്രില്യൺ റൂബിൾസിലേക്കാണ് അവരത് പറയുന്നെങ്കിൽ തന്നെയും ഇന്ത്യ കണക്ക് ഒരു രാജ്യത്തെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ മുൻപോട്ട് പോകും. പിന്നെ ബാക്കിയുള്ള രാജ്യങ്ങൾ വെച്ചാൽ ഇറാനും അഫ്ഗാനിസ്ഥാൻ, കാരണം ഓൾറെഡി റഷ്യക്ക് ഇറാനുമായിട്ട് കണക്ഷൻ ഉണ്ട്, അവർക്ക് റെയിൽ ഗതാഗതം ഉള്ളതാണ്, അവർക്ക് അഫ്ഗാനിസ്ഥാനിലും ഈ സംവിധാനം തന്നെ ഉള്ളതാണ്. അത് ഒന്ന് മോടി പിടിപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇത് നമുക്ക് ഓർമ്മയുണ്ടോ എന്നറിയത്തില്ല. ഇതിന്റെ റൂട്ടിന്റെ ആ ഒരു പടം കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. നമ്മൾ രണ്ടുപേരും കൂടെ ആയിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ലൈവായിട്ടിരുന്നത്. ആ വാർത്തകൾ അങ്ങനെ പോയി ലൈവ് കഴിഞ്ഞ് അടുത്ത ദിവസങ്ങൾ നമ്മൾ അതിന്റെ വാർത്തകൾ ചെയ്യുമ്പോൾ ഒരു വലിയ വാർത്ത, അത് ധനുഷ് തന്നെയാണ് അത് കൊണ്ടുവന്നത്. അഫ്ഗാനിസ്ഥാൻ അവരുടെ ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്ന POKയുടെ അതിർത്തിയിൽ കൊണ്ടുവന്ന് ഇന്ത്യയുടെയും അഫ്ഗാനിസ്ഥാന്റെയും പതാക നാട്ടിയത്, കൊടി നാട്ടിയത്, ആ സ്ഥലത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി, അത് നടത്തി. അതൊരു ഒരു 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 പാതയാണത്, അത് ഒരു ബോർഡറാണത്. അന്ന് എല്ലാവരും ചോദിച്ചിരുന്നു എവിടെയാണ് ഇന്ത്യയുമായിട്ട് അഫ്ഗാനിസ്ഥാൻ ബോർഡർ ഷെയർ ചെയ്യുന്നതെന്ന്. ഇന്ത്യയുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്, പക്ഷെ ആ സ്ഥലം ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിലല്ല. POK എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. POK പൂർണ്ണമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവരുടെ ഒരു മന്ത്രി ദില്ലിയിൽ വന്നിരുന്നു, അഫ്ഗാനിസ്ഥാന്റെ, ഒരാഴ്ച ഇവിടെ താമസിക്കുകയൊക്കെ ചെയ്തു. വന്നു കഴിഞ്ഞപ്പോഴത്തേനും ജയശങ്കർ എന്താണ് പരിചയപ്പെടുത്തിയത്? നമ്മൾ അയൽക്കാരാണെന്നാണ്. അന്നും എല്ലാ മാധ്യമങ്ങളും നെറ്റ് ചുളിച്ചു, എവിടുന്നാണ് അയൽക്കാരായിട്ട് നമ്മൾ വരുന്നതെന്ന് ചോദിച്ചു. അതായത് ഞങ്ങൾ അയൽക്കാരാണ്, അയൽബന്ധമാണ് എന്നാണ് S ജയശങ്കർ ഈ മന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞത്. അപ്പൊ അയൽബന്ധം എന്ന് പറയുമ്പോൾ POK ആണത്. POK നമ്മുടെ കയ്യില ഇപ്പോഴില്ല, അത് പാകിസ്ഥാന്റെ ഒരു പിടുത്തത്തിലാണെങ്കിൽ പോലും നമ്മുടെ സ്ഥലമാണല്ലോ, അത് അവർ പിടിച്ചു വെച്ചിരിക്കുന്നതാണല്ലോ. അപ്പൊ അത് നമ്മളുമായിട്ട് അവർ ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ബേസിക് കാര്യം. പക്ഷെ ഇതൊരു വലിയ ഒരു വലിയ ചലനം തന്നെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇതൊരു ചെറിയ കാര്യമല്ല. കാരണം ഇന്ത്യ മുമ്പ് തന്നെ ഇന്ത്യ എന്തിനാണ് ചബാർ തുറമുഖം ഡെവലപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യക്കും ഇതേ റൂട്ട് തന്നെയാണ് ഇന്ത്യയും ആഗ്രഹിക്കുന്നത്. കാരണം അഫ്ഗാനിസ്ഥാൻ വഴി ഇത് കടന്നു പോയി കഴിഞ്ഞാൽ റഷ്യ വഴി കയറി ഇത് യൂറോപ്പിൽ വരെ എത്തും, ഈ ചരക്കുകളുടെ നീക്കം. ഭാവിയിൽ റഷ്യക്ക് ഈ മറ്റു കാര്യങ്ങളൊന്നും ഭയക്കാതെ തന്നെ ഇതൊരു റഷ്യയിൽ നിന്ന് വരുന്നു എന്നല്ല നമ്മൾ കണക്കൂട്ടുണ്ട്. റഷ്യയിൽ നിന്ന് അത് എങ്ങോട്ടേക്കൊക്കെ പോകാൻ അവർക്ക് സൗകര്യം ഉണ്ടാക്കുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കി. ഇന്ത്യക്ക് സംബന്ധിച്ച് ഇത് യൂറോപ്പ് വരെ ആ കരമാർഗം തന്നെ എത്തിക്കാൻ കഴിയും, റെയിൽ റോഡ് ഗതാഗതം വെച്ച്. നമ്മൾ അങ്ങനെ ഒരു ബദൽമാർഗം നേരത്തെ തന്നെ നോക്കിയിരുന്നു. ഇതെല്ലാം കൊണ്ടും നല്ലതാണ്. ഭാവിയിൽ അത് വരാൻ സാധ്യതയുണ്ട്. ഇത് ആർക്കും എതിരെ ഒരു വെല്ലുവിളിയാണ് എന്ന് തോന്നുന്നില്ല. കാരണം ഒരുപാട് വഴികൾ വരേണ്ടതായിട്ടിരിക്കുന്നു. കാരണം കൂടുതൽ പാതകൾ വന്നു കഴിഞ്ഞാൽ, കാരണം ചരക്ക് നീക്കം സുഗമമാകണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോട് വരണം. പക്ഷെ ഇപ്പോഴിതെന്താണ് ഇത്ര സ്പീഡിൽ വന്നതെന്ന് ചോദിച്ചാൽ യുദ്ധമാണ്. അങ്ങനെ എല്ലാവർക്കും മനസ്സിലായി കടൽ വഴി ഇനി പണി നടക്കില്ല, അപ്പൊ കര വഴി ഇനി നടക്കൂ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നടപ്പാക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ ഇന്ത്യ കൂടെ ഒന്ന് ഇനിഷ്യേറ്റീവ് എടുത്താൽ, ഒരുപക്ഷെ ഇന്ത്യ കൂടെ ഇതിനൊരു മറുപടി കൊടുത്താൽ, എനിക്ക് തോന്നുന്നത് ഈ സെപ്റ്റംബർ മാസം, അടുത്ത മാസം ശ്രീ പുടിനും ഷീ ജിൻപിങ്ങും എല്ലാം ഇന്ത്യയിൽ വരുന്നുണ്ട്, ദില്ലിയിൽ വരുന്നുണ്ട്. അപ്പോൾ അത് വരുന്ന സമയത്ത് ബ്രിക്സിന്റെ ഉച്ചകോടിക്കായിട്ടാണ് വരുന്നത്. അന്ന് ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ട്, ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. അതിനകത്ത് ഒരുപക്ഷെ ഇത് ഉരുത്തിരിഞ്ഞ് വന്നേക്കാം. കുറച്ചുകൂടെ ക്ലാരിറ്റി അപ്പോൾ നമുക്ക് ഉണ്ടാകും, വരുമോ ഇല്ലയോ എന്നുള്ളത്.